ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ചലനമാണ്. ചലനം. അപ്പോൾ എന്തുവാണ് ചലനം? മൂവ്മെന്റ് ഉണ്ടാകും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ബാക്കിയുള്ള എങ്ങനെ നിശ്ചലാവസ്ഥ ഇരിക്കുമ്പം ഇതിന് അതിന്റെ മാറ്റം ഉണ്ടാവുകയാണ് അതിന്റെ ചലനം എന്ന് പറയുന്നത്. ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാനും ദിശ മാറ്റുവാനും വേഗത കൂട്ടുവാനും കുറയ്ക്കുവാനും ചെയ്യുന്ന ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന എന്തുവാണ്? ബലം. ബലം കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ഒരു സാധനം സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വേഗത കൂടുകയോ നീങ്ങുകയോ ഒക്കെ ചെയ്യുള്ളൂ. അടുത്ത് ഇനി ഈ ബലത്തിൽ തന്നെ സന്തുലിത ബലവും അസന്തുലിത ബലവും ഉണ്ട്. അപ്പൊ എന്തുവാണ് സന്തുലിത ബലം? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലമാണെന്തോ സന്തുലിത ബലം. അതായത് നമ്മൾ ഈ മേശയെ രണ്ട് സൈഡിൽ നിന്നും ഇവർ രണ്ടുപേരും കൂടെ തള്ളുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനൊരു മൂവ്മെന്റ് സംഭവിക്കാതെ ഒരേ ബലം കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ബലം പ്രയോഗിച്ചു, പക്ഷെ കിട്ടിയത് എന്തുവാണ്? 0 ആണ്. അങ്ങനെയുള്ള ബലമാണ് എന്തോന്ന്? സന്തുലിത ബലം. അടുത്ത അസന്തുലിത ബലം എന്തുവാണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ചലിക്കുകയും ചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ വേഗമോ ചലനദിശയോ ഒക്കെ മാറുകയും ചെയ്താൽ അതാണ് എന്തോന്ന്? അസന്തുലിത ബലം. സ്പീഡിൽ പൊക്കോണ്ടെങ്കിൽ നമ്മൾ ബോളൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ കൊണ്ട് തട്ടി മാറ്റുമ്പോൾ അതിന്റെ ദിശയൊക്കെ മാറിപ്പോവാണ്. അപ്പൊ അതാണ് അസന്തുലിത ബലം. പിന്നെ പറയുന്ന ആക്കം. ആക്കം എന്ന് പറയുന്നത് മൊമെന്റം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? മൊമെന്റം. അപ്പൊ ആക്കം എങ്ങനെയാണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ഇതാണ് ആക്കം. അപ്പൊ നമ്മളൊരു മണലിൽ ചെന്നിട്ട് ഒരു മെറ്റൽ ബോൾ, ഒരു ഇരുമ്പിന്റെ ഒരു ബോളും ഒരു പ്ലാസ്റ്റിക് ബോളും ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴോട്ട് ഇടുന്നു. അപ്പൊ നമുക്കറിയാമല്ലോ മണലിൽ അത് ഉണ്ടാക്കുന്ന കുഴി. അപ്പൊ അവിടെ കിട്ടിയതാണ് ആ ഒരു റിസൾട്ടാണ് അതിന്റെ ആക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മാസ് വ്യത്യാസപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ആക്കത്തിന്റെ വ്യത്യാസമാണ്. അതുപോലെ സ്പീഡും കൂട്ടാണ്. വെലോസിറ്റി നല്ല ശക്തിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവുന്ന ആക്കം കൂടും. അതാണ്. അപ്പൊ മാസും പ്രവേഗവും മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് ആക്കം. അപ്പൊ ആക്കത്തിന്റെ ഫോമിൽ എങ്ങനെ പറയാം? ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം. അതായത് പി, ആക്കത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ പി ആണ്. പി ഈക്വൽ ടു എം ഇൻറ്റു വി എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് എന്തുവാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് ഇനി പറയുന്ന ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ അല്ലെങ്കിൽ എന്തുവാണ്? നേർരേഖ ചലനം. അതായത് ഒരു വസ്തു നേർരേഖയിലാണ് ചലിക്കുന്നതെങ്കിൽ അതിനെന്തോന്ന് പറയാം? നേർരേഖ ചലനം. എക്സാമ്പിൾ, മാമ്പഴം എന്ത് ചെയ്യുന്നു? ഞെട്ടറ്റ് വീഴുന്നത്, ലിഫ്റ്റ് ഉയരുന്നത് ഒക്കെ എന്താണ്? നേർരേഖയിലുള്ള ചലനമാണ്. അടുത്ത് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. എന്തുവാണ് ഭ്രമണം? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നത്. നമ്മളെ ഭൂമി അതിന്റെ അച്ചുതണ്ടിലിരുന്ന് കറങ്ങുമല്ലോ, അതാണ് ഭ്രമണം. പിന്നെ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് എന്തിന്റെ ഉദാഹരണമാണ്? ഭ്രമണം. പമ്പരം കറങ്ങുന്നത് ഭ്രമണം. ഫാനിന്റെ കറക്കം ഭ്രമണമാണ്. ഷാർപ്നർ ഉപയോഗിച്ച് നമ്മൾ പെൻസിൽ കൂർപ്പിക്കുന്നതും ഭ്രമണമാണ്. ഇനി സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള്ള ചലനം. എന്തുവാണ്? ഒരു വസ്തു വൃത്താകാര പാരയിൽ കറങ്ങുമ്പോൾ എന്തുവാണ്? അത് വർത്തുള്ള ചലനം. അതായത് ഒരു കല്ല് നമ്മൾ ഒരു കയറിൽ കെട്ടിയിട്ട് കറക്കുകയാണെങ്കിൽ കല്ലിന്റെ ചലനം എന്തുവാണ്? വർത്തുള്ള ചലനമാണ്. ഇനി കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള്ള ചലനമാണ്. വൃത്തപാതയിലൂടെ ഒരു കളിത്തീ വണ്ടി ഓടുന്നതും എന്ത് ചലനം? വർത്തുള്ള ചലനമാണ്. ഇനി അടുത്ത് ഓസിലേഷൻ അല്ലെങ്കിൽ ദ്വാലനം എന്തുവാണ്? ഓസിലേഷൻ എന്തുവാണ്? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി, അപ്പോൾ എവിടെയെങ്കിലും ഒരു തുലന സ്ഥാനം കാണും, അവിടെ നിന്ന് ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? ഇരുവശത്തോട്ടും ചലിക്കുന്നതാണ് ദ്വാലനം. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്തുവാണ്? ഊഞ്ഞാല് ആടുന്നത്. പിന്നെ പെൻഡുലം ചലിക്കുന്നത്, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, വാഹനത്തിന്റെ വൈപ്പർ ചലിക്കുന്നത് എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ദ്വാലനത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇനി ഒന്നുണ്ട് വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം. നമ്മൾ ഇന്നലത്തെ ഇതിലും പറഞ്ഞാണ് എന്തുവാണ് കമ്പനം? ദ്രുതഗതിയിലുള്ള ദ്വാലനങ്ങൾ, വളരെ പതുക്കെ ദ്വാലനം സംഭവിക്കുമ്പോഴാണ് എന്തോന്ന് പറയുന്നത്? കമ്പനം. പിന്നെ വക്രലേഖാചലനം അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ. അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചലനമാണ് എന്തോന്ന്? പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈലിന്റെ സഞ്ചാരപാത എപ്പോഴും എങ്ങനെയായിരിക്കും? പാരബോളിക് ഷേപ്പിലായിരിക്കും. നമുക്കറിയാം ജാവലിൻ ത്രോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ദൂരം എത്തിക്കാൻ, ഈ പ്രൊജക്ടൈൽ മോഷൻ വഴി ഏറ്റവും ദൂരം എത്തിക്കാൻ വേണ്ടി എത്ര ഡിഗ്രിയിലാണ് എറിയേണ്ടത്? 45 ഡിഗ്രിയിലാണ് ഏറ്റവും കൂടുതൽ ദൂരം അത് സഞ്ചരിക്കുക.
അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബലത്തിനെ കുറിച്ച്, എന്താണ് ബലം എന്ന് പറഞ്ഞു. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുകയോ ദിശ മാറ്റുകയോ വേഗത കൂട്ടുകയൊക്കെ ചെയ്യുന്നത് പ്രയോഗിക്കുന്നതാണ് ബലം എന്ന് പറഞ്ഞു. പിന്നെ സന്തുലിതവും അസന്തുലിതവും പറഞ്ഞു. വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 പോയാൽ അത് സന്തുലിത ബലവും. അസന്തുലിത ബലം എന്തുവാണ്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദിശയോ വേഗതയോ അതൊക്കെ മാറ്റുന്നതാണ് അസന്തുലിത ബലം. പിന്നെ പറഞ്ഞത് ആക്കം. ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതം കൂടും. അതാണ് എന്തോന്ന്? ആക്കം. പിന്നെ നേർരേഖാചലനം എന്തുവാണ്? നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേർരേഖാചലനം. സ്വന്തം അക്ഷത്തെ ഉപയോഗിച്ച് കറങ്ങുകയാണ് ഭ്രമണം. പിന്നെ വർത്തുള ചലനം എന്തുവാണ്? ഒരു വസ്തു വൃത്താകാര പാതയിൽ ചലിക്കുകയാണെങ്കിൽ വർത്തുള ചലനം. ഇനി ഓസിലേഷൻ അല്ലെങ്കിൽ ദ്വാലനം എന്തുവാണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുകയാണെങ്കിൽ ദ്വാലനം. അടുത്ത കമ്പനം എന്തുവാണ്? ദ്രുതഗതിയിലുള്ള ചലനമാണ് കമ്പനം. പിന്നെ വക്രരേഖാചലനം എന്തുവാണ്? ചരിച്ച് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചലനമാണ് വക്രരേഖാചലനം. ഇനി പറയുന്നത് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടൻ. ഒന്നാം ചലന നിയമം എന്താണ് പറയുന്നത്? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാചലനത്തിലോ തുടരുന്നതാണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? വേറൊരു ബാഹ്യബലം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അതങ്ങനെയാണോ? അങ്ങനെ തന്നെ ഇരിക്കും. ഇതിന് എന്തെന്നും അറിയപ്പെടും? ഈ നിയമത്തിൽ ജഡത്വ നിയമം, ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടും. ഇനി ഇതിന് എക്സാമ്പിൾ പറയാമോ? ചലിച്ചോണ്ടിരിക്കുന്ന സാധനം നിൽക്കണത് ഓർത്തത്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിൽക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാടുന്ന ആള് ഓടിക്കൊണ്ടിരുന്നത്, ഇനി രണ്ടാം ചലന നിയമം നിശ്ചല ജഡത്വവും നിർത്തിയിട്ടിരിക്കുന്ന ബസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലോട്ട് കോയിൻ അടുക്കി വെച്ചിട്ട് താഴത്തെ കോയിൻ തട്ടിക്കളയുമ്പോൾ ക്യാരംസ് ബോർഡിൽ ഇങ്ങനെ. ഓക്കെ, അത് ഒന്നാം ചലന നിയമം. അപ്പോൾ ഒന്നാം ചലന നിയമം എങ്ങനെ പറയും? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ ആയിരിക്കും. അടുത്ത രണ്ടാം ചലന നിയമം. രണ്ടാം ചലന നിയമം പറയുന്നത് എന്താണ്? ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തു പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. എന്താണ്? ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് എത്ര ഫോഴ്സാണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര ബലമാണോ പ്രയോഗിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിനുണ്ടാവുന്ന മാറ്റം. ആ ദിശയ്ക്കോ വേഗതയ്ക്കോ അതിനൊക്കെ ഉണ്ടാകുന്ന ആ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് ആണ് എന്ത് വന്നത്? F = ma. അതായത് F എന്ന് പറയുന്നത് ബലം, M എന്ന് പറയുന്നത് മാസ്, A എന്ന് പറയുന്നത് ത്വരണം. അപ്പോൾ F = ma എന്ന് പറയുന്ന ഇത് വന്ന റിസൾട്ട് ഏതിൻ്റെ റിസൾട്ടാണ്? രണ്ടാം ചലന നിയമത്തിൻ്റെ റിസൾട്ടാണ്. അടുത്ത് മൂന്നാം ചലന നിയമം എന്തുവാണ്? തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഉദാഹരണം, തോണി തുഴയുന്നത്. തോക്കിൽ നിന്ന് വെടിയുന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? തോക്ക് പിന്നിലോട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം മൂന്നാം ചലന നിയമത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്നാം ചലന നിയമത്തിൻ്റെ ഇതാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് മാറ്റി ചോദിക്കും. അപ്പം നമ്മളത് നന്നായിട്ട് പഠിച്ചു വെച്ചാലേ കിട്ടുള്ളൂ. അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു അതിൻ്റെ നിശ്ചല അവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. രണ്ടാം ചലന നിയമം പറയുന്നത് ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തു പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് അനുപാതത്തിലായിരിക്കും. അടുത്ത മൂന്നാം ചലന നിയമം പറയുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാക്കും. ഇനി ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ പറഞ്ഞത്. അത് ഐസക് ന്യൂട്ടൻ ഈ ചലന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? ഏതൊരു കൃതിയിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്? അതാണ് ദി പ്രിൻസിപ്പ മാത്തമാറ്റിക്ക എന്ന കൃതിയിലാണ് ഐസക് ന്യൂട്ടൻ ഈ ചലന നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ചലന സമവാക്യങ്ങളുണ്ട്. 1, 2, 3 ചലന സമവാക്യം. അപ്പോൾ ഒന്നാം ചലന സമവാക്യം V = U + AT
എന്നാണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്തുവാണ് അതിൽ? വി സൂചിപ്പിക്കുന്നത് അന്ത്യപ്രവേഗം, യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, എ എന്ന് പറയുന്നത് ത്വരണം, ടി എന്ന് പറയുന്നത് സമയം. അപ്പോൾ ഒന്നാമത്തെ ചലന സമവാക്യം എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്താണ്? അന്ത്യപ്രവേഗം, യു ആദ്യ പ്രവേഗം, എ ത്വരണം, ടി സമയം. ഇതിലേത് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രോബ്ലം ചോദിക്കാന്ന്. അവിടുത്തെ രണ്ടാമത്തെ ചലന വാക്യം എന്താ? അതെ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്താണ്? സ്ഥാനാന്തരം. യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, ടി എന്ന് പറയുന്നത് സമയം, എ എന്ന് പറയുന്നത് ത്വരണം. ഇവിടെ വ്യത്യാസമുള്ള എന്തുവാണ്? വി ഇല്ല, പകരം എസ് ആണുള്ളത്. എസ് എന്ന് പറയുന്നത് സ്ഥാനാന്തരം ആണ്. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തിന് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി വരെ പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലോട്ട് വന്നു. അപ്പോൾ സ്ഥാനാന്തരം എത്രയാണ് അവിടുത്തെ? 0 ആണ്. ഒരു തിരിച്ച് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ സ്ഥാനാന്തരം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി മൂന്നാം ചലന സമവാക്യം പറയുന്നത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞ ഇത് തന്നെയാണ്. വി എന്ന് പറയുന്ന അന്തപ്രവേഗം, യു ആദ്യ പ്രവേഗം, എ എന്ന് പറയുന്ന ത്വരണം, എസ് സ്ഥാനാന്തരം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 3 ചലന സമവാക്യങ്ങളും പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ചലനം ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക്